കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും, അവൻ അവനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും എന്ന് കാണും. പ്രിയ ദൈവമക്കളെ, നമുക്ക് അറിയാം, നമ്മുടെ വീടുകളിൽ കോഴിക്കുഞ്ഞുങ്ങളെ നാം വളർത്താറുണ്ട്. അപ്പോൾ ഒരു പരുന്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശത്രു വരുന്നത് കാണുമ്പോൾ ഈ കോഴി ഒരു വല്ലാത്ത ഒരു ശബ്ദം ഉയർത്തും. ഈ ശബ്ദം കേൾക്കുമ്പോൾ കോഴി കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്ന് ഇതിൻ്റെ ചിറകിൻ്റെ അടിയിലേക്ക് അങ്ങ് മറഞ്ഞുകൊള്ളും. അപ്പോൾ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. അതേപോലെ തന്നെ കോഴി നല്ല ഉയരത്തിൽ പറന്ന്, ശത്രു വരുമ്പോൾ തന്നെയും മറന്ന് നല്ല ഉയരത്തിൽ പറന്ന് ശത്രുവിനെ കൊത്തി വിരട്ടുന്നത് നാം കാണാറുണ്ട്. അതേപോലെ തന്നെ കർത്താവായ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ യെരൂശലേമിനെ കാക്കും, അതൊരു പക്ഷി പറന്ന് കാക്കുന്നത് പോലെ കാക്കും എന്ന്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല എന്ന്. അപ്പം പ്രവാചകന്മാരെ കൊല്ലുകയും എന്ന് പറഞ്ഞാൽ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ, പക്ഷെ അവരെയും കർത്താവ് നശിപ്പിച്ച് കളയണം എന്ന് വിചാരിക്കുന്നില്ല. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ ഞാൻ ചേർത്തുകൊള്ളാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല എന്ന്. പ്രിയ ദൈവമക്കളെ, ലോക ഇൻപം തേടി തനിക്കിഷ്ടം പോലെ ജീവിക്കുന്ന യൗവനക്കാരെ ആയാലും കൊച്ചു കുഞ്ഞുങ്ങളെ ആയാലും അവരുടെ ദൈവം കാത്തു നിൽക്കുകയാണ്. ഇവരെന്ന് എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ അടുക്കലേക്ക് വരും, എനിക്കവരെ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ പരിപാലിക്കണമെന്ന് മനസ്സുണ്ട്. പക്ഷേ എത്ര വചനം കേട്ടിട്ടും എല്ലാം ലോകത്തിലുള്ള പല സംഭവങ്ങൾ കണ്ടിട്ടും ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ആ മറവിടത്തിലേക്ക്, ആ ചിറകിനടിയിലേക്ക് വരുവാൻ ഇന്ന് മനുഷ്യൻ മനസ്സ് കാണിക്കുന്നില്ല. അതിന് യഹോവ എത്രമാത്രം ദുഃഖിതനായിരിക്കുന്നു എന്ന് നമുക്ക് ഈ വചന മുഖാന്തരം കാണാം. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രസംഗത്തിൽ കൂടെ ആയാലും അല്ലെങ്കിൽ ദൈവവിളിയിൽ കൂടെ ആയാലും ദൈവവിളി കേൾക്കുമ്പോൾ ആരും മാറി നിൽക്കാതെ ദൈവസന്നിധിയിൽ വരുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ലോകത്തിൻ്റെ ഇൻപങ്ങൾ കൺമറച്ചുകൊണ്ട് തൻ്റെക്ക് പോലെ നടക്കുന്ന ഒരു കൂട്ടം ജനത എന്ന് എൻ്റെ ചിറകിൻ കീഴിൽ വരും എന്ന് അവരെ അണച്ചുകൊള്ളുവാൻ മനസ്സായി കാത്തു നിൽക്കുന്ന ഒരു കർത്താവെ, ഒരു തായ് പക്ഷിയെ പോലെ കർത്താവെ, നീ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആ ഒരു കൃപ ഞങ്ങൾ മനസ്സിലാക്കി നിൻ്റെ ചിറകിനടിയിൽ വന്ന് ശരണം പ്രാപിക്കുവാനും വരുവാനിരിക്കുന്ന വലിയ നാശത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുവാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചുരുക്കമായ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾക്കുമ്പോൾ ഈ ചുരുക്കമായ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.